സോണിയ മൽഹാരപ്പൻ, താങ്കൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് തൊടുപുഴയിലെ ലൊക്കേഷനിൽ നേരിട്ട ദുരനുഭവം, മറ്റൊന്ന് കൂടെയുള്ള 20 വയസ്സിന് താഴെയുള്ള 2 പെൺകുട്ടികൾ ഇങ്ങനെ സംവിധായകൻ പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തതിന് താങ്കൾ നേരിട്ട ഒരു ദുരനുഭവം. ആ സംവിധായകന്റെ പേര് താങ്കൾ പറഞ്ഞില്ല, ഒരു പക്ഷേ താങ്കളുടെ ചോയ്സ് ആയിരിക്കും പറയണോ വേണ്ടേ എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് നോക്കൂ, റീടേക്കുകളൊക്കെ എടുപ്പി, താങ്കൾ അത് കഴിഞ്ഞ് ആ സിനിമാ സെറ്റിൽ താങ്കൾ എങ്ങനെയാണ് താങ്കൾക്ക് പിന്നീട് അഭിനയിക്കാൻ കഴിയുന്നത്? അത് എത്രത്തോളം പ്രയാസകരമായിരുന്നു? ഇപ്പോൾ WCC മെമ്പറായിട്ടിരിക്കുന്ന ഒരാൾ അതിനകത്ത്, അതാണ് ആ കുട്ടിയാണ് നായിക. അപ്പോൾ അവർ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അവർക്കൊന്നും ഈ വിഷയങ്ങൾ അറിയത്തില്ല, അങ്ങനെയാണ്. പക്ഷേ എനിക്ക് ഒരു മാനസികമായിട്ട് നല്ല അടുത്താണ് വന്ന് പറഞ്ഞത്. ഈ WCC അംഗത്തിനടുത്ത് പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ? ഇല്ല, ആ കുട്ടികൾ ഞാനുമായിട്ടായിരുന്നു അടുപ്പം. ആ കുട്ടിയോട്, നായികയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ അതിലൊരു ചെറിയ വേഷം ചെയ്യാൻ പോയതാണ്. അപ്പോൾ ആ കുട്ടികളും പുതിയതായിട്ട് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ്, പക്ഷേ നല്ല കഴിവുള്ള കുട്ടികളാണ്. അവരൊക്കെ ഇപ്പോൾ എവിടെ എത്തിയെന്നോ ഞാൻ പിന്നെ ഒരു സിനിമയിലോ സീരിയലിലോ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഈ അബ്യൂസ് ചെയ്തോ ചെയ്യപ്പെട്ടോ അവർ സമ്മതിച്ചോ അതിനെക്കുറിച്ചും എനിക്കറിയത്തില്ല, അവരൊക്കെ ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ സിനിമ എനിക്ക് തോന്നുന്നത് 2013 തന്നെയാണ് ആ പടം റിലീസ് ചെയ്തിട്ടുള്ളത്. ആ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു കോഴിക്കോട് എന്തോ ആയിരുന്നു, എക്സാക്ട് പ്ലേസ് ഓർമ്മയില്ല, അവിടെ വെച്ചിട്ടായിരുന്നു ലൊക്കേഷൻ. ആ ഒരു സൂപ്പർ സ്റ്റാറും ഇപ്പോഴത്തെ WCC മെമ്പറുമായിട്ടുള്ള ഒരാളാണ് അതിൽ നായിക. അപ്പോൾ ഈ പറഞ്ഞ സിനിമയ്ക്കകത്ത് ഉണ്ടായ സംഭവം അല്ല, ഇപ്പം ഈ WCC നായികയുടെ പേര് പറയുന്നതിൽ തടസ്സമൊന്നുമില്ലല്ലോ. ഇല്ല, അത് പറയുമ്പോൾ മൊത്തം റിവീലാവും മാഡം. അപ്പോൾ അത് വേണ്ട. അത് എന്താ വെച്ചാൽ ഞാനായിട്ട് ഇനിയിപ്പോൾ ഒരു പേര് പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ മനുഷ്യനെ പോലെ ഉള്ളവർക്ക് ഒരു താക്കീത് പോലെയാണ് ഞാൻ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങേർക്ക് നന്നായിട്ട് മനസ്സിലാവും. ആ കുട്ടികൾ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ വരാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതേപോലെ മീഡിയയുടെ മുമ്പിൽ നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ കുട്ടികൾ വരിക. പക്ഷേ ഇതിൻ്റെ പേരിൽ പിന്നീട് അവിടെ എന്തുണ്ടായെന്ന് അറിയത്തില്ല. ഈ കുട്ടികളും അതിനകത്ത് സ്റ്റുഡൻസായിട്ട് ഒരു അഭിനയിക്കുന്ന കോളേജ് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അഭിനയിക്കുന്ന കുട്ടികളാണ് ആ ഇതിൽ. അപ്പോൾ ഈ കുട്ടികളുണ്ടായ പ്രശ്നം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ മോശക്കാരിയായ ഇതേ ഡയറക്ടർ, എന്നോട് പല ആൾക്കാരും പറഞ്ഞു, ആ ഡയറക്ടർ ഓരോ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു എന്ന്, പിന്നെ സോണിയ അത്യാവശ്യം കുഴപ്പമുള്ള ആളാണ്, ആ പടം കൊടുക്കണ്ടെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വിളിക്കണ്ടെന്നുള്ള രീതിയിൽ. ആ കുട്ടികളോട് ഈ സംവിധായകൻ വിളിക്കുന്ന മുറിയിലേക്ക് ചെല്ലണ്ട, തുണി ഊരണ്ട, അങ്ങനെ തന്നെ പറയാം, തുണി ഊരണ്ട എന്ന് നിങ്ങൾ പറഞ്ഞ ആ ഒരു നല്ല കാര്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ കുഴപ്പക്കാരിയായി. ഞാൻ കുഴപ്പക്കാരിയായി. അപ്പൊ ഈ അടുത്ത സമയം എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഞാനൊരു പടം ചെയ്തു, ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാജി കൈലാസാറിന്റെ മകൻ റുഷിൻ അഭിനയിക്കുന്ന പടമാണ്. അതിൽ അബൂ സലീം ഒരു പ്രധാന വേഷത്തിലെത്തുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അതിലൊരു ചെറിയ ക്യാരക്ടറാണ്. പ്രജീവ മൂവീസാണ് ആ സിനിമ നിർമ്മാണമൊക്കെ. ഈ ലൊക്കേഷനിലൊക്കെ എന്ത് സുന്ദരമായിരുന്നു എന്നറിയും. ഒരു ഫാമിലി പോലെയാണ്. ഷെബി ചൗക്കട്ട് എന്ന് പറയുന്ന കാക്കിപ്പടയുടെ സംവിധായകനാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നമ്മൾ പോയി അഭിനയിച്ച് എന്ത് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഈ സിനിമയിൽ മാക്സിമം നമുക്കൊരു സ്പേസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ എനിക്ക് അറിയില്ല, ഈ പടത്തിൻ്റെ പോസ്റ്ററിലൊന്നും എൻ്റെ തലയില്ല. അതിലെന്തെങ്കിലും സ്വാധീനം വന്നോന്ന് എനിക്കറിയില്ല. ഞാൻ അതിനകത്ത് പ്രധാന വേഷമൊന്നുമല്ല, 4-5 പേരിലുള്ള ഒരു ആർട്ടിസ്റ്റുള്ള ഒരാളാണ്. ഈ സംവിധായകൻ ആ ലൊക്കേഷനിലാണോ വന്നതെന്നുള്ളത് എനിക്ക് ചെറിയ ഡൗട്ട്. ഞാൻ അയാളിപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് കണ്ടിരുന്നു, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. ഈ ആൾ ആ ലൊക്കേഷനിൽ വന്നിരുന്നു, ഈ സംവിധായകനുമായിട്ട് സംസാരിച്ചിരുന്നു എന്ന് എനിക്കറിയില്ല. ആദ്യം വന്ന മീഡിയയിൽ വന്ന റൈറ്റപ്പിലൊന്നും എൻ്റെ പേര് വന്നില്ലായിരുന്നു. ഇത് ഞാൻ നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ സിനിമയെന്ന് പറഞ്ഞ് പ്രൊമോഷന് വേണ്ടിയിട്ട് സ്റ്റാറ്റസ് എല്ലാം ഇട്ട സമയത്ത് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, സോണിയ അഭിനയിച്ച സിനിമയെന്ന് പറഞ്ഞിട്ട് സോണിയയുടെ പേര് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ലെന്ന്. ഞാനത് ഈ താങ്കൾ പറഞ്ഞ ആ സംവിധായകന്റെ ഒരു ഇടപെടലുണ്ടെന്ന് സംശയിക്കുന്നു. അപ്പോൾ ഞാൻ ഈ അടുത്ത സമയം കണ്ടിരുന്നു. എനിക്ക് ആ ലൊക്കേഷനിൽ വെച്ചാണോന്ന് എക്സാക്ട് പറയാൻ പറ്റുന്നില്ല. അന്ന് എന്നോട് ഹായ് എന്ന് പറഞ്ഞ് ചിരിച്ചു പോയതാണ്. അയാൾ ഇവരുമായിട്ട് സ്വാധീനിച്ചിട്ടാണോ, ഞാൻ കുഴപ്പക്കാരിയാണോ എന്നുള്ള എന്തെങ്കിലും വന്നോ, എൻ്റെ പോസ്റ്റർ വെച്ചാൽ എന്തെങ്കിലും അങ്ങനെയാണോ എന്നറിയില്ല. എനിക്ക് ഇതിനകത്ത് തന്നെ അഭിനയിച്ച വേറൊരാൾ എന്നോട് പറഞ്ഞു, സോണിയ അറിയാതെ സോണിയയ്ക്ക് ഒരുപാട് എതിരാളികളുണ്ടല്ലോ, നിൻ്റെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഈ സിനിമയിൽ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. അത് ആ ടീമും അതിൻ്റെ സംവിധായകരും അതിൻ്റെ പ്രൊഡ്യൂസറും അവരെല്ലാം ഒരു ഫാമിലി പോലെയാണ്, നല്ല ആൾക്കാരാണ്. ഓക്കെ, ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ പടങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. അതിലെനിക്ക് വിഷമമില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നായികയായിട്ട് അഭിനയിച്ച ഒരു സിനിമയിൽ പോസ്റ്റർ വന്നപ്പോൾ നായികയായിട്ട് അഭിനയിച്ച പടത്തിൽ പോലും നീരവം എന്ന് പറഞ്ഞിട്ടൊരു പടം വന്നു. അതിൻ്റെ പോസ്റ്ററിൽ വരുന്ന സമയത്ത് അത് ഫ്ലഡ് വന്ന് അതിൻ്റെ റിലീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ OTT പോയി. ഈ OTT റിലീസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ ഞാൻ സമീപിച്ചപ്പോൾ അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറിയപ്പം, ചേട്ടാ ഞാൻ നിങ്ങളെ എൻ്റെ ഒരു മൂത്ത സഹോദരനായിട്ട് കാണുന്നതെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയതിൻ്റെ പേരിൽ ആ സിനിമയ്ക്കകത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്.